ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് 3 പ്രാവശ്യം അരിച്ച് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 എഗ്ഗാണ്. ആ എഗ്ഗ് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ചേർത്ത് അതും നന്നായി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ്. അത് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്ക് അവസാനം 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കേക്ക് ട്രേയിൽ ഞാൻ ഓയിൽ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയതാണ്. അതിലേക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ മുമ്പേ തന്നെ ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി കേക്ക് നമ്മൾ സെറ്റാകാനായിട്ട് 30-35 മിനിറ്റോളം സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഷുഗറും അതേപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതിന് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി വിപ്പിംഗ് ക്രീം 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ട് 100 ഗ്രാം വീതം എടുത്ത് അത് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സിറപ്പ് ഇവിടെ റെഡിയാവും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മളിവിടെ കേക്കൊക്കെ അതിനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പീസിലും നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കേക്കിംഗ് ബോർഡിൽ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ച് ഒരു പീസ് കേക്ക് എടുത്ത് വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായി ഒഴിച്ചു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതെല്ലായിടത്തേക്കും നന്നായി പരത്തിയതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തതാണ്. അതും നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഈ വിപ്പിംഗ് ക്രീം എല്ലായിടത്തേക്കും വെച്ചതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ വെക്കുക. ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിക്കുക, വിപ്പിംഗ് ക്രീം എല്ലായിടത്തേക്കും സൈഡിലാക്കി വെക്കുക. അങ്ങനെ ഓരോ ലെയറും അങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം കേക്കിൻ്റെ സൈഡിൽ എല്ലാവരുടെയും ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് നമുക്ക് നന്നായി സെറ്റാക്കി എടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാർക്ക് കോമ്പൗണ്ടും വിപ്പിംഗ് ക്രീമും അതേപോലെ നമ്മുടെ ബട്ടറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ബൈ.